നമസ്കാരം. KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. ജനങ്ങളുടെ പ്രതീക്ഷ തകർത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി ബെന്നി ബഹനാൻ. ജൈവ കർഷക കൂട്ടായ്മയിൽ വെള്ളരിക്കുണ്ടിൽ വിത്തുത്സവത്തിന് തുടക്കമായി. ജില്ലയിലെത്തിയ മംഗലഘോയാത്രയ്ക്ക് ഉപ്പളയിൽ ബുധനാഴ്ച ഉച്ചയോടെ സ്വീകരണം. പിലിക്കോട് പഞ്ചായത്തിൽ സമഗ്ര ഊർജ്ജ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. ജില്ലയിൽ സ്വകാര്യ ബസ് സർവീസ് നിലച്ചതോടെ നാടെത്താനാകാതെ നാട്ടുകാരും പെരുവഴിയിലായി. ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ. സ്വകാര്യ ബസ് പെർമിറ്റുകൾ നിലനിർത്തുക, വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ ചാർജ് വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ച റോഡ് നികുതി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ജില്ലയിൽ ബസ് പണിമുടക്ക് ജനജീവിതത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ യാത്രക്കാരും വലഞ്ഞിട്ടുണ്ട്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പണിമുടക്ക് ആയതിനാൽ ജനങ്ങൾ ടൗണിലിറങ്ങുന്നതും കുറവാണ്. കാസർഗോഡ് ടൗണിൽ പൊതുവെ ജനത്തിരക്ക് കുറഞ്ഞ നിലയിലാണ്. കാഞ്ഞങ്ങാട്ടേക്കും കണ്ണൂർ ഭാഗത്തേക്കും മംഗലാപുരത്തേക്കും KSRTC സർവീസ് നടത്തുന്നുണ്ട്. മലയോരത്തേക്കുള്ള KSRTCയുടെ ഒറ്റപ്പെട്ട സർവീസുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ കച്ചവടക്കാരെയും പണിമുടക്ക് ഏറെ ബാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷ തകർത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി ബെന്നി ബഹന്നാൻ. UDF ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താറുമാറായ പൊതുവിതരണ സമ്പ്രദായം ക്രമപ്പെടുത്തി റേഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക, പെൻഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുക, പോലീസ് ഇടപെടൽ നിഷ്പക്ഷവും നീതിപൂർവവുമാക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ ബെന്നി ബഹന്നാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മുണ്ടെടുത്ത മോഡിയാണ് ശ്രീ വിജയൻ എന്നതാണ്. അപ്പോൾ മുണ്ടെടുത്ത മോഡിയാണ് ശ്രീ വിജയൻ എന്ന് ഘടകകക്ഷികൾ പോലും CPI പോലും പരാമർശിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതെങ്കിൽ രണ്ട് ഭരണകർത്താക്കളും കൈക്കൊണ്ടിരിക്കുന്ന സമീപനം, അവരുടെ ഭരണരീതി ഏകദേശം ഒരുപോലെ പോകുന്നു എന്ന ഏറ്റവും വലിയ ഒരു തെളിവാണ്. നമുക്കറിയാം, കേന്ദ്രത്തിൽ ശ്രീ മോഡിയുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെ സങ്കീർണമാണ്. നോട്ട് പിൻവലിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 8 മാസക്കാലമേ അധികാരത്തിലായുള്ളൂ. ഈ 8 മാസക്കാലം കൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷ തകർത്തു. പരാതി നമുക്ക് മാത്രമല്ല, പരാതി ഘടകകക്ഷികൾക്ക് പോലുമുണ്ട്. ചെർക്കളം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, CT അഹമ്മദ് അലി, MC കമറുദ്ദീൻ, P ഗംഗാധരൻ, കോരം മാസ്റ്റർ, രാജേന്ദ്രൻ, നീലകണ്ഠൻ, MP രാമകൃഷ്ണൻ, MV രാമകൃഷ്ണൻ, കുമാരൻ, അഡ്വക്കേറ്റ് MC ജോസ്, A ഗോവിന്ദൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മടവൂർ കോട്ട സത്യസനാതന കേന്ദ്രത്തിൻ്റെ 28ാം വാർഷികത്തോടനുബന്ധിച്ച് ആധ്യാത്മിക സമ്മേളനവും മാണ്ട് നേർച്ചയും ജീലാനി വാർഷികവും സംഘടിപ്പിക്കും. 27-ന് കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഗാസി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മടവൂർ കോട്ട സത്യസനാതന കേന്ദ്രത്തിൻ്റെ 28ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആധ്യാത്മിക സമ്മേളനവും ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് കോയമ്മ തങ്ങൾ ഇബ്നു ഫക്രുദ്ദീൻ ബുഖാരിയുടെ 30ാം ആണ്ട് നേർച്ചയും സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തർബിയത്തിൻ്റെ ജീലാനി വാർഷികവും സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മർഹൂം നൂർമ ഉലമ MA ഉസ്താദ് നഗറിൽ ജനുവരി 16-ന് ആരംഭിച്ച പരിപാടി ഫെബ്രുവരി 1-ന് സമാപിക്കും. അന്നേ ദിവസം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ഫെബ്രുവരി 1-ാം തീയതി രാവിലെ മുതൽ 4 മണി വരെ മനുഷ്യസ്നേഹ മതസൗഹാർദ്ദ സംഗമവേദി. പണവും ഭൗതിക സൗകര്യങ്ങളുമല്ല ആത്മീയ ചിന്തയിലൂടെ നേടിയെടുക്കുന്ന സംതൃപ്തിയും സൗഭാഗ്യവുമാണ് യഥാർത്ഥ വിജയം. വാർത്താ സമ്മേളനത്തിൽ യഹിയ ബുഖാരി തങ്ങൾ, ശിഹാബുദ്ദീൻ ചേരങ്കൈ, അബ്ദുൽ ഗഫൂർ ബദിര, നൂറുദ്ദീൻ തങ്ങൾ, മൊയ്തീൻ നാലമ്പാടി എന്നിവർ സംബന്ധിച്ചു.
ജില്ലയിലെത്തിയ മംഗല ഗോയാത്രയ്ക്ക് ബുധനാഴ്ച ഉപ്പളയിൽ സ്വീകരണം നൽകും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ രാമചന്ദ്രാപുര മഠത്തിന്റെ നേതൃത്വത്തിൽ പശുസ്നേഹിയായ മംഗൽ പാണ്ഡെയുടെ ഓർമ്മയിലാണ് ഗോയാത്ര നടക്കുന്നത്. ഹൊസനഗരയിലെ ശ്രീ രാഘവേശ്വര ഭാരതി സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ നാടൻ പശു സംരക്ഷണത്തിനായി നവംബർ 8 മുതൽ ഗോയാത്ര തുടരുകയാണ്. 6 സംസ്ഥാനങ്ങൾ താണ്ടി കാസർഗോഡ് എത്തുന്ന ഗോയാത്രയ്ക്ക് ബുധനാഴ്ച ഉപ്പളയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ಈ ಮಾಸಂ 29 ಮಂಗಲಾವರತ್ತು ಯಾತ್ರೆ ಸಮಾಪಿക്കും. ಈ ಪ್ರಪಂಚಕ್ಕೆ ತಾಯಿಯ ಸ್ಥಾನದಲ್ಲಿ ನಿಲ್ಲೋದು ಗೋ. ಆದರೆ ನಮ್ಮ ದೇಶದ ಆಗುಹೋಗುಗಳಲ್ಲಿ ಅದೆಲ್ಲವೂ ಕೂಡ ವಿಸ್ಮರಿತವಾಗಿರುವಾಗ ಮತ್ತೊಮ್ಮೆ ಸಮಾಜಕ್ಕೆ ಆ ಗೋವಿನ ಮಹತ್ವವನ್ನು ತಿಳಿಯಪಡಿಸಬೇಕಾಗಿದೆ. മഞ്ചേശ്വരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്വാഗത സമിതി പ്രസിഡന്റ് കുണ്ട രവീശ തന്ത്രി, സെക്രട്ടറി വി.ജി. ജഗദീഷ്, ബാലസുബ്രഹ്മണ്യ ഭട്ട്, ചന്ദ്രശേഖരൻ പള്ളത്തെടുക്ക, സദാശിവ, കുമാരസുബ്രഹ്മണ്യൻ, ബാലകൃഷ്ണ ഷെട്ടി, രാധാകൃഷ്ണ തുങ്ക തുടങ്ങിയവർ സംബന്ധിച്ചു. ജൈവ കർഷക കൂട്ടായ്മയായ ഫെയർ ട്രേഡ് അലയൻസിന്റെ 6ാമത് വിത്തുത്സവം വെള്ളരിക്കുണ്ടിൽ തുടങ്ങി 26-ന് സമാപിക്കും. കവുങ്ങിൻ പാള കൊണ്ടുള്ള പാത്രത്തിൽ വിത്തുകളിട്ടാണ് കർഷകർ വിത്തുത്സവത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിൽ അണിചേർത്തത്. വിത്തിന്മേൽ കർഷകന്റെ അവകാശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു വിത്തുഘോഷയാത്ര. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ 25 പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകർ വിത്തുകളും കൃഷി ഉൽപ്പന്നങ്ങളുമായി വിത്തുത്സവത്തിന് എത്തിയിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനും പ്രമുഖ ചിത്രകാരനുമായ CF ജോൺ ജൈവ കർഷക കൂട്ടായ്മയായ ഫെയർ ട്രേഡ് അലയൻസിന്റെ 6ാമത് വിത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താവ് വാങ്ങുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില നൽകിയാൽ മാത്രമേ ആ നീതി സംജാതമാവൂ എന്നും വിശ്വസിക്കുന്ന ഒരു സംഘാടന തത്വമാണ് അവകാശം എന്നുള്ളത്. ഫെയർ ട്രേഡ് അലയൻസ് കേരളയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജൈവ കർഷക കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം, സുസ്ഥിര കൃഷി പ്രാണവായു പോലെ കണക്കാക്കുന്ന ഏത് കർഷകനെ സംബന്ധിച്ചിടത്തോളവും ആ സംഘടനയുടെ ജീവവായു തന്നെയാണ്. കാരണം വിത്തില്ലെങ്കിൽ, വിത്തിന് മേലുള്ള അവകാശമില്ലെങ്കിൽ, വിത്തിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, വിത്തിന്റെ അവകാശം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ കൃഷിയില്ല. അലയൻസ് ചെയർമാൻ തോമസ് കളപ്പുര അധ്യക്ഷനായിരുന്നു. ടോമി മാത്യു വിത്തുത്സവ പരിപാടികൾ വിശദീകരിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി വേണുഗോപാലൻ, ഫാദർ ആന്റണി തെക്കേമുറി, PV മൈക്കിൾ, ബളാൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നീന തോമസ്, കിനാനൂർ കടന്തള പഞ്ചായത്ത് അംഗം ബാബു കോഹിനൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജിമ്മി ഇടപ്പാടിൽ, അഭിഷേക് ജോൺ എന്നിവർ സംസാരിച്ചു. സജി പുളിക്കൽ സ്വാഗതവും ജെയിംസ് അലക്കുള നന്ദിയും പറഞ്ഞു. ജൈവ കർഷക അവാർഡ് ജേതാവ് അഗസ്തി പെരുമാട്ടിക്കുന്നിനെ ആദരിച്ചു. വിത്ത് സ്വരാജ് വിഷയമായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സംസാരിച്ചു. താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹ്മാൻ അൽ ബുഖാരി യുള്ളാൽ തങ്ങളുടെയും നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെയും ആണ്ട് നേർച്ച 26-ന് തുടങ്ങും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷരായ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ആണ്ട് നേർച്ചയാണ് 26-ന് ആരംഭിക്കുന്നത്. 26-ന് രാവിലെ എട്ടിക്കുളത്ത് താജുൽ ഉലമ മക്ബറ സിയാറത്തിന് സയ്യിദ് ഹാമിദ് ഇംബിച്ചി തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ മക്ബറ സിയാറത്തിന് സയ്യിദ് ഇസ്മായിൽ ഹദി തങ്ങൾ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28-ന് സാദിയ ജനറൽ സെക്രട്ടറി സയ്യിദ് ഫസൽ കോയമ്മ തങ്ങളുടെ നേതൃത്വത്തിൽ സമാപന പ്രാർത്ഥന നടക്കും. 10 മണിക്ക് കുടുംബാംഗങ്ങൾക്ക് സംബന്ധിക്കുന്ന പ്രത്യേക പഠന ക്ലാസ് നടക്കുകയാണ്. പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധൻ കൂടിയായ ഡോക്ടർ മൊഹസിൻ്റെ നേതൃത്വത്തിലുള്ള ക്ലാസ് രാവിലെ 10 മണി മുതൽ 2 മണി വരെ നടക്കും. വൈകുന്നേരം മതപ്രഭാഷണം. 27-ാം തീയതി വൈകുന്നേരം ബുർദ മജ്ലിസ് മൊഹിയുദ്ദീൻ ആലാപനം. 28-ാം തീയതി സമാപന സംഗമം നടക്കുകയാണ്. 28 രാവിലെ 11 മണിക്ക് സഅദി സംഗമം. 2 മണിക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന, എല്ലാ മാസവും സഅദിയിൽ നടന്നു വരുന്ന പണ്ഡിത് ദർസ് അന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് മക്ബറയിൽ വെച്ച് നടക്കുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടി. 5 മണിയോടുകൂടി സമാപന ദുആ സമ്മേളനം ആരംഭിക്കുകയാണ്. മഹാനായ കാന്തപുരം ഉസ്താദ്, സമസ്തയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ്, ഖലീൽ തങ്ങളടക്കമുള്ള പ്രമുഖരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ജനപ്രതിനിധികളും മന്ത്രിമാരൊക്കെ സംബന്ധിക്കുന്ന വലിയ സമാപന സമ്മേളനം 28-ാം തീയതിയാണ്. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി,
കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി, അബ്ദുൽ ഹക്കീം ഹാജി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സൊലാഹുദ്ദീൻ അയ്യൂബി, അബ്ദുൾ റഹ്മാൻ കല്ലായി തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരം മുട്ടാജി കുഞ്ഞാലി ഫാമിലി അസോസിയേഷൻ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. കൊല്ലറക്കോടി ഹൈസ്കൂൾ നെരിങ്ങാനത്താണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മഞ്ചേശ്വരം മുട്ടാജി കുഞ്ഞാലി ഫാമിലി അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഫെബ്രുവരി 12-ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായാണ് ഇത്തവണയും ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്യാമ്പിൽ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്, കണ്ണ് ചെവി രോഗവിദഗ്ധർ തുടങ്ങിയവർ പരിശോധന നടത്തും. 700-ലധികം മെമ്പർമാരുണ്ട്. അതിൽ 50-ലധികം ഡോക്ടർമാരുണ്ട്. MBBS, MD, DM, BDS, MDS. കുഞ്ഞാലി ഹാജിൻ്റെ ഫാമിലി മെമ്പർമാർ ഇന്ത്യയിലെ പല ഭാഗത്തും പല വിദേശ രാജ്യങ്ങളിലും ജോലിയെടുത്ത് വരികയാണ്. ായിട്ട് എടുത്തു കൊടുക്കും. ഞങ്ങളൊരു 150-200 രോഗികളെയാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ കെ കുഞ്ഞാലി ഹാജി, ഹമീദ് കുഞ്ഞാലി, ഡോക്ടർ ഉമർ, ഹമീദ് പാറ, അലി കുഞ്ഞിപ്പാറ തുടങ്ങിയവർ സംബന്ധിച്ചു. പിലിക്കോട് പഞ്ചായത്തിൻ്റെ സമഗ്ര ഊർജ്ജ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. ഊർജ്ജയാനം എന്ന പേരിലാണ് പദ്ധതി. ഈ മാസം 26-നകം പഞ്ചായത്തിലെ വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള സർവേ പൂർത്തിയാക്കും. ഊർജായനം എന്ന പേരിലാണ് പിലിക്കോട് പഞ്ചായത്തിൽ സമഗ്ര ഊർജ്ജ സംരക്ഷണ യജ്ഞം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വൈദ്യുതി ഉപയോഗം സംബന്ധിച്ചുള്ള സർവേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കണ്ണങ്കൈ അംഗൻവാടിയിൽ വാർഡ് തല സർവേ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം ചെയ്തു. ആ നിലയിലുള്ള പ്രവർത്തനത്തിന് ഓരോരുത്തരും പരിശ്രമിക്കണം. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ ഊർജ്ജത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്കറിയാം, വൈദ്യുതി, സമ്പൂർണ്ണ വൈദ്യുതി എന്നുള്ള പദ്ധതി ഇപ്പോൾ നമ്മുടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം MLA രാജഗോപാലിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ വൈദ്യുതി ആരംഭിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. അപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിക്കാം. പക്ഷേ ആ വൈദ്യുതി നമുക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല വോൾട്ടേജോടുകൂടി കൊടുക്കണമെങ്കിൽ വൈദ്യുതി വേണം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഓരോരുത്തരുടെ വീട്ടിലും അനാവശ്യമായി ഉപയോഗിക്കുന്ന വൈദ്യുതി, ആ വൈദ്യുതി കുറച്ചുകൊണ്ട് എല്ലാവർക്കും വൈദ്യുതി എത്തിക്കാൻ പറ്റുന്നില്ല. ഇന്നുള്ള ജലസംഭരണിയിലുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. PV വിപഞ്ചിക അധ്യക്ഷത വഹിച്ചു. MK ഹരിദാസ്, V ലീന, KP നാരായണൻ, OK നാരായണി, MV നാരായണൻ, PM നാരായണൻ മാസ്റ്റർ, KP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. K സുകേശൻ സ്വാഗതവും TV രഘുനാഥ് നന്ദിയും പറഞ്ഞു. എല്ലാവർക്കും ഊർജ്ജവും എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിതവുമാണ് ഊർജായനം പദ്ധതിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി വൈദ്യുതി ഉപയോഗവും പാഴായിപ്പോകലും കണക്കാക്കുന്നതിനാണ് വീട് വീടാന്തരം കയറിയുള്ള സർവേ. വൈദ്യുതി ഉപയോഗിച്ചുള്ള വീട്ടുപകരണങ്ങളും ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവും കണ്ടെത്തി ഊർജ്ജ സംരക്ഷണം നടപ്പിലാക്കാനാണ് ശ്രമം. പഞ്ചായത്തിലെ സർവേ ഈ മാസം 2-നകം പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. മതങ്ങളുടെയും ഭാഷയുടെയും വൈവിധ്യമാണ് ഭാരത സംസ്കാരത്തിൻ്റെ സവിശേഷതയെന്ന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പറഞ്ഞു. മതം, മതേതരത്വം, ബഹുസ്വരത എന്ന വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമി ജില്ലാ സമിതി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു മക്കളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളായ രക്ഷിതാക്കൾക്ക് ജനിക്കുന്നവരാണ്. അവർ ജന്മം കൊണ്ട് ആകുന്നവരാണ്. മിക്ക ആളുകളും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അവരും മതം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നവരൊക്കെ ഉണ്ടാകും. മുസ്ലിങ്ങൾ ഹിന്ദു മതത്തിൽ പോയ അനുഭവം ഒരിക്കലും എന്തായാലും അതുപോലെ തന്നെ മറ്റു മതക്കാരും ഇസ്ലാമിലേക്ക് വന്നു നമുക്ക് അറിയാവുന്ന കാര്യം. ചെയ്യേണ്ട കാര്യം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ വർഗീയത ഇല്ലാതാകണം. നമ്മളൊക്കെ ഭയപ്പെടുന്ന വലിയ ഭീകരമായ സത്വമാണ് സത്വമാണ് ഭീകരം. മറ്റേതൊരു രാജ്യത്തെക്കാളും ബഹുസ്വരതയ്ക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ അസഹിഷ്ണുത വളർത്താനുള്ള നീക്കങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ പരാജയപ്പെടുത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KP രാമനുണ്ണി, ഡോക്ടർ C ബാലൻ, TP ഷമീം, സ്വാമി പ്രേമാനന്ദ, T മുഹമ്മദ് അസ്ലം, K മുഹമ്മദ് ഷാഫി, അഷ്റഫ് ബായാർ, PA മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലോട്ടറിയെ തകർക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന ആവശ്യം. കേരള ലോട്ടറി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു.
കോടിക്കണക്കിന് വരുമാനം സർക്കാരിന് ഉണ്ടാക്കിക്കൊടുക്കുകയും അതുവഴി സർക്കാർ ലാഭവിഹിതം കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന കേരള ലോട്ടറിയെ തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ലോട്ടറിയെ ആഡംബര നികുതി ചുമത്തിയിട്ടുള്ളതെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. കാഞ്ഞങ്ങാട് പീസ് സ്മാരക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. സ്വകാര്യ ബസ്സിൽ അച്ചടിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടപ്പെടുന്നു. നറുക്കെടുക്കേണ്ടത് സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ്. സിക്കിം ലോട്ടറിയിലൂടെ വന്നപ്പോൾ നമ്മൾ കണ്ടു അത് നറുക്കെടുത്തത് മാർട്ടിന് ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനം ട്രഷറിയിൽ പോകേണ്ടതാണ്. സമ്മാനങ്ങൾക്ക് കൊടുക്കാനുള്ള തുക പോലും ട്രഷറിയിൽ നിന്നാണ് എടുക്കേണ്ടത്. സിക്കിം ലോട്ടറി തെളിയിച്ചതാണ് അതിന്റെ ഒരു തുകയും സിക്കിം സർക്കാരിന്റെ ട്രഷറിയിൽ എത്തുന്നില്ല. വി ബാലൻ അധ്യക്ഷനായി. പി പ്രഭാകരൻ, KM ശ്രീധരൻ, A ദാമോദരൻ, PV ഉമേശൻ, സന്തോഷ് കാറ്റാടി, മധുസൂദനൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അനിൽകുമാർ സ്വാഗതവും KD സുജിത് നന്ദിയും പറഞ്ഞു. AITUCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സത്യാഗ്രഹത്തിന് സമാപനമായി. താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യമുയർത്തിയാണ് രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, മിനിമം കൂലി 18,000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. AITUCയുടെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. വിജയൻ കുനിശ്ശേരി രാപ്പകൽ സത്യാഗ്രഹത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളിക്ക് മാന്യമായ കൂലി ലഭിക്കുന്നതിന് വേണ്ടി വളരെ നാളുകളായി നാം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലിനുള്ള കൂലിക്കും ഭരണഘടനയിൽ അതിന്റെ അവകാശം ഉറപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ AITUC, ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടനയായ AITUC പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിൽ സംരക്ഷിക്കുവാൻ, തൊഴിലിന് വേണ്ടി നൈപുണ്യമുള്ള വിദഗ്ധരായ തൊഴിലാളികൾക്ക് ഈ രാജ്യത്ത് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. A അമ്പുഞ്ഞി അധ്യക്ഷനായി. KV കൃഷ്ണൻ, KS കുര്യാക്കോസ്, ബംഗളം കുഞ്ഞികൃഷ്ണൻ, P ഭാർഗവി, CP ബാബു, T കൃഷ്ണൻ, A ദാമോദരൻ, CK ബാബുരാജ്, P വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അൽബീർ പ്രീ സ്കൂൾ ജില്ലാ കലോത്സവം കാടൻകോട്ട് കോട്ടപ്പള്ളി ഇംഗ്ലീഷ് സ്കൂളിൽ നടത്തി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലെ 8 സ്കൂളുകളിൽ നിന്നായി 135ഓളം കുട്ടികൾ മത്സരവേദിയിലെത്തി. ജില്ലയിലെ 8 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 3.5 വയസ്സിനും 4.5 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് അൽബീർ പ്രീ സ്കൂൾ ജില്ലാ കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായിട്ടുള്ള ഒരു ഇനമായിട്ടാണ് തോന്നുന്നത്. കാരണം സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിൽ വേർതിരിക്കുന്ന സമയത്ത് 3.5 വയസ്സ് അതിൽ വരുന്നില്ല. അപ്പം 3.5 വയസ്സെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രീ പ്രൈമറി എന്ന നിലയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പം ആ കുട്ടികൾക്ക് അവരുടെ കലാവാസനകൾ, കഴിവ് പ്രകടിപ്പിക്കാനുള്ള വേദി ഒരുക്കുക എന്നുള്ളതാണ് KIMS ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നൽകുന്ന ക്രിയാത്മകമായ പദ്ധതികളും പരിപാടികളുമാണ്. ഉയർന്ന് പഠിച്ചു വരുന്ന സമയത്തും അവർക്കൊന്നൊരു അടിത്തറ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പ്രധാനം തന്നെയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസം. PP മുസ്തഫ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ നൌഷാദ് ബാഖവി മുഖ്യാതിഥിയായിരുന്നു. മുസ്തഫ അഷ്റഫി കാക്കുപ്പാടി പ്രഭാഷണം നടത്തി. സുഭാഷ് ചന്ദ്രബോസ്, C മുനീർ, കുഞ്ഞിരാമൻ പൊതുവാൾ, ഷുക്കൂർ ഹാജി എന്നിവർ സംസാരിച്ചു. ഷിയാസ് അഹമ്മദ് ഹുദാവി സ്വാഗതം പറഞ്ഞു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള 8 സ്കൂളുകളിൽ നിന്നുള്ള 135ഓളം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ.
ജനങ്ങളുടെ പ്രതീക്ഷ തകർത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി ബെന്നി ബഹനാൻ. ജൈവ കർഷക കൂട്ടായ്മയിൽ വെള്ളരിക്കുണ്ടിൽ വിത്തുത്സവത്തിന് തുടക്കമായി. ജില്ലയിലെത്തിയ മംഗലഘോയാത്രയ്ക്ക് ഉപ്പളയിൽ ബുധനാഴ്ച ഉച്ചയോടെ സ്വീകരണം. പിലിക്കോട് പഞ്ചായത്ത് സമഗ്ര ഊർജ്ജ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.